നമസ്കാരം. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ തല്ലിക്കെടുത്തി അമേരിക്ക. ഇസ്ലാമാബാദിൽ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ ഗൾഫ് ഓഫ് ഒമാനിൽ ഇറാൻ വാണിജ്യ കപ്പൽ അമേരിക്ക ആക്രമിച്ച് പിടിച്ചെടുത്തു. MV ടൗസ്ക എന്ന കപ്പലാണ് പിടിച്ചത്. തിരിച്ചടിയായി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. വെടിനിർത്തൽ മറ്റന്നാൾ അവസാനിക്കാനിരിക്കെയാണ് ഇസ്ലാമാബാദിൽ രണ്ടാം റൗണ്ട് ചർച്ചകൾ തീരുമാനിച്ചത്. ഇത് അട്ടിമറിക്കപ്പെട്ടതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന ഭയമുണ്ടായിരിക്കുകയാണ്. വരുന്ന ഒരു മണിക്കൂറിൽ ഈ വിഷയത്തിൽ പ്രൊഫസർ ജോസഫ് ആന്റണി, ശ്രീ കേണൽ S. ഡിന്നി, AM ഷിനാസ്, ഡോക്ടർ ലിറാർ പുളിക്കലകത്ത് തുടങ്ങിയവർ ഈ വിഷയം സമഗ്രമായി ചർച്ച ചെയ്യുന്നു. ആദ്യം ശ്രീ ജോസഫ് ആന്റണി, ലോകം ഇസ്ലാമാബാദ് ചർച്ചകളിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കിയതായിരുന്നു. JD വാൻസ് അടക്കമുള്ളവർ അല്പസമയത്തിനകം പാകിസ്ഥാനിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അമേരിക്കൻ ഡെലിഗേഷന്റെ ഭാഗമായിട്ടുള്ള 6 വിമാനങ്ങൾ ഇസ്ലാമാബാദിൽ റാവൽപിണ്ടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു നിർണായക ചർച്ച നടക്കാനിരിക്കുകയാണ്. അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് ഗൾഫ് ഓഫ് ഒമാനിൽ ഒരു ഇറാൻ വാണിജ്യ കപ്പൽ പിടികൂടുക വഴി അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഈ സമാധാനം ഇപ്പോൾ വരണ്ട എന്ന് തന്നെ ആയിരിക്കുമോ? ഈ വെടിനിർത്തൽ കരാർ തന്നെ വാസ്തവത്തിൽ ഒരു വികലമായ വെടിനിർത്തൽ കരാറാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സീസ് ഫയറിനെ ഒരു ഗൺ പോയിന്റ് സീസ് ഫയർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. തോക്കിൻ മുനയിലുള്ള ഒരു വെടിനിർത്തൽ കരാറാണ്. അതിൻ്റെ കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് പിന്തുടരുന്ന ഒരു വിദേശ നയ രീതിയുണ്ട്. ആ വിദേശ രീതി എന്ന് പറയുന്നത് നമ്മൾ 1980-കളിലൊക്കെ കണ്ടിരുന്ന റാംബോ സിനിമകളുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഓപ്പറേഷൻ നടത്തി എല്ലാം വിജയിപ്പിക്കുക, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നേടുക, ആ ഓപ്പറേഷനിൽ യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതിരിക്കുക. ഇതൊക്കെയായിരുന്നു റാംബോ സിനിമയുടെ ഒരു പ്രത്യേകത. ഏതാണ്ട് ആ സ്റ്റൈലിലുള്ളൊരു വിദേശ നയമാണ് ട്രംപ് പിന്തുടരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിനനുസരിച്ച് എല്ലാവരും നിൽക്കണം, അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന ഒരു രീതിയാണ് അദ്ദേഹം ഈ വെടിനിർത്തൽ കരാറിൻ്റെ സന്ദർഭത്തിലും പിന്തുടരുന്നത്. ഈ വെടിനിർത്തൽ കരാറിൽ സാധാരണ പാലിക്കപ്പെടേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വെടിനിർത്തൽ കരാറിൻ്റെ കാലത്ത് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നതെങ്കിലും ഈ ഹോസ്റ്റലിറ്റീസ്, ഈ ശത്രുതാ മനോഭാവത്തിലോട് നടപടികൾ ഈ വെടിനിർത്തൽ കരാർ കാലത്ത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്ന് കാര്യം. രണ്ടാമത്തത്, ഈ വെടിനിർത്തൽ കരാറിന് എന്തൊക്കെയാണ് കൃത്യമായി എന്തൊക്കെയാണ് നമ്മൾ ഈ പാലിക്കപ്പെടേണ്ടത്, എന്തൊക്കെയാണ് നിബന്ധനകൾ വെടിനിർത്തൽ കരാറിൻ്റെത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല വാസ്തവത്തിൽ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നത്. 3, ഈ വെടിനിർത്തൽ കരാറിൽ ലംഘനമൊക്കെ ഉണ്ടാവാം, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മധ്യസ്ഥരുണ്ടാവും. അതായത് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥർ. അത്തരം മധ്യസ്ഥരാരും അതായത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത്. ഇത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അമേരിക്കയോട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയാൻ ശേഷിയുള്ള ഒരു വിഭാഗമില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു വേഗ്നെസ്, ഒരു അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ട്രംപിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എന്താണ് പറയുന്നത്, ഡബിൾ ലോക്ക് ഇട്ട് പൂട്ടുക എന്ന് പറയുന്നത്, നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടയ്ക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്കാണ് ട്രംപ് വന്നത്. സ്വാഭാവികമായിട്ടും ഇത് സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിന് യാതൊരു പ്രശ്നമില്ലല്ലോ. അതായത് ലോകത്തൊട്ടാകെ ഈ ഒരു ആശ്വാസത്തോടു കൂടിയിട്ടാണ് കണ്ടത്. ഹോർമുസ് കടലിടുക്ക് തുറന്നു. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണ വില കുറഞ്ഞു, അങ്ങനെയുള്ള ഒരു സമാധാനം വരാൻ പോകുന്നുള്ള പ്രതീക്ഷ ഉണ്ടായി. പെട്ടെന്ന് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള പ്രസിഡന്റ് അദ്ദേഹം. അതായത് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഞാൻ ചെയ്യും, അത് ചെയ്യുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലോ അദ്ദേഹത്തിന് മുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സംവിധാനങ്ങളോ ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അപകടം. അൺപ്രഡിക്റ്റബിൾ ആയി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ ഇന്ന് BBC പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് ഈ ട്രംപിന്റെ ഓരോ നാടകീയമായ പ്രഖ്യാപനങ്ങൾക്ക് മുൻപും ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നു, വലിയ ബെറ്റിംഗ് നടക്കുന്നു. ഈ ട്രംപിന്റെ നാടകീയമായ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പിന്നെ അത് ഓഹരി വിപണിയുടെ ചാഞ്ചാട്ടങ്ങൾക്കിടയാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയിൽ മാച്ച് ഫിക്സിംഗ് ഉണ്ടല്ലോ. 5ാമത്തെ ഓവർ ഇന്ന ബോളർ എറിയും, അതിൽ ആദ്യത്തെ ബോൾ വൈഡ് ആയിരിക്കും, 5ാമത്തെ ബോൾ നോ ബോൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബെറ്റ് വെക്കുന്ന ബെറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്, മാച്ച് ഫിക്സിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേമാതിരി അമേരിക്കൻ പ്രസിഡന്റ് ഒരു മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ BBC പോലെ ലോകത്ത് തന്നെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ സാമ്പത്തിക മാർക്കറ്റിൽ വലിയ പണം മറയുന്നുണ്ട് ട്രംപിന്റെ ഓരോ തീരുമാനത്തിനൊപ്പവും.
അല്ല, അത് ഈ BBC തന്നെ 5 സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഈ അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ചോർന്നു കൊടുക്കപ്പെടുന്നു എന്നുള്ള തരത്തിലേക്ക് വന്നത്. അപ്പം നമുക്ക് ജാരദ് കുഷ്ണർ അദ്ദേഹത്തിന്റെ മരുമകൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള നിരവധി കമ്പനികളിൽ കോടിക്കണക്കിന് ബില്യൺ ഡോളറിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ തീരുമാനങ്ങൾക്ക് തൊട്ടു മുമ്പായി ചോർന്നു കൊടുക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മാനസിക നിലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കസിനായിട്ടുള്ള മേരി ട്രംപ് ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ മാനസിക നില, അതായത് കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് തീരുമാനിക്കാനും വിവേചന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനുമുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ലാതെ വരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവിനും ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേരി ട്രംപ് പ്രസ്താവനയുമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്ക പോലെയുള്ള രാജ്യത്തിന്റെ ഭരണാധികാരി അവരെടുക്കുന്ന തീരുമാനങ്ങൾ ലോകത്തെ ഒട്ടാകെ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിൽ അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ സമനിലയെ സംബന്ധിച്ച്, ഇദ്ദേഹത്തിന്റെ മനോനിലയെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തണമെന്നും അമേരിക്കയിൽ ഒരു വലിയ ചർച്ചയാവുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ 25ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അപകടകാരികളായിട്ടുള്ള തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണാധികാരികളെ മാറ്റാനുള്ള 25ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കണം എന്നുവരെയുള്ള ചർച്ചകൾ അമേരിക്കയിൽ ഇപ്പോൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ശ്രീ എം ഷിനാസ്, ട്രംപിന് കിറുക്കാണോ അതോ സകലതും വിറ്റ് കച്ചവടമാക്കുകയാണോ എന്ന് അറിയില്ല. ഒരു സമാധാനം ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ വെടിനിർത്തൽ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റന്നാൾ ബുധനാഴ്ച ആകുമ്പോഴേക്ക് മറ്റൊരു കരാറിലേക്ക്, ശാശ്വതമായ സമാധാനത്തിലുള്ള ഒരു കരാറിലേക്ക് ഇറാനും അമേരിക്കയും എത്തിയേക്കാം എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ഞങ്ങൾ തുടരുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. പോരാഞ്ഞിട്ട് ഇറാന്റെ ഒരു വാണിജ്യ കപ്പൽ പിടിച്ചെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇസ്ലാമാബാദിലേക്ക് ഇല്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമാധാന ശ്രമങ്ങൾ നേരെ തകിടം മറിയാണ്. നമുക്കറിയാം, ഇതുപോലെ ചർച്ചയ്ക്ക് മുമ്പ് ഇറാനെ ആക്രമിച്ചത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമാധാന ശ്രമങ്ങൾ അതിന്റെ മീനിങ് ഫുൾ ആയ തലത്തിലേക്ക് കടന്നു എന്ന് വരുമ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ട്രംപിന്റെ പ്രശ്നം എന്തായിരിക്കും? ട്രംപ് കളിക്കുന്ന കളി അന്താരാഷ്ട്ര ബന്ധങ്ങൾ വെച്ച് പറഞ്ഞാൽ മാഡ്മാൻ തിയറി എന്ന് പറയും. അൺപ്രഡിക്റ്റബിൾ, അതായത് അപ്രവചനീയമായ ഇന്ന് ഒരു കാര്യം പറയും, നാളെ മറ്റൊരു കാര്യം പറയും, മറ്റന്നാൾ മറ്റൊരു കാര്യം പറയും. അങ്ങനെയാണ് ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് മാഡ്മാൻ തിയറി. അതാണല്ലോ കണ്ടത്. കഴിഞ്ഞ ഒമാനിൽ 5ാം വട്ട ചർച്ച നടന്നു. 6ാം വട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ഒറ്റയടിക്ക് ആക്രമണം നടത്തിയത്. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞത്, അദ്ദേഹം ഒരു ലേഖനം ഇക്കണോമിക്സിൽ എഴുതിയിരുന്നു. അദ്ദേഹമായിരുന്നു മധ്യസ്ഥൻ. അദ്ദേഹം എഴുതിയത്, ട്രംപ് വാസ്തവത്തിൽ അമേരിക്കയുടെ വിദേശ നയം ഇപ്പോൾ അമേരിക്കയുടെ വിദേശ നയമല്ല. വാസ്തവത്തിൽ അത് ഇസ്രായേലിന് പണയം വച്ചിരിക്കുന്ന വിദേശ നയമാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ട്രംപ് തന്നെ നിയമിച്ച ഭീകരവാദ വിരുദ്ധ വിഭാഗം തലവനായിരുന്ന ഈയിടെ രാജിവെച്ച ജോ കെന്റ് പറഞ്ഞത്, ഈ യുദ്ധം അമേരിക്കയുടെ യുദ്ധമല്ല, ഈ യുദ്ധം ഇസ്രായേലിൻ്റെ യുദ്ധമാണ്. അത് അമേരിക്കയുടെ ട്രംപ് തന്നെ നിയമിച്ച ഭീകരവിരുദ്ധ വിഭാഗം മേധാവിയായ ജോ കെന്റ് 2 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ട്രംപിന് കിറുക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല. മാഡ്മാൻ തിയറി കളിച്ചാൽ അധികം കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ നോക്കൂ, ട്രംപ് വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ഏകപക്ഷീയമായി തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 52 ദിവസം കഴിഞ്ഞു. ട്രംപ് വിചാരിച്ചത് വെനസ്വേലയെ പോലെ, അല്ലെങ്കിൽ ഇറാഖിനെ പോലെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പോലെ ഇറാനെ 48 മണിക്കൂറോ ഏറി വന്നാൽ ഒരാഴ്ച കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുമെന്നാണ്. ഇപ്പോൾ നോക്കൂ, ഈ 52-53 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് സ്ഥിതി? ഒന്ന്, ഇവർ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കുറേ കാര്യം, റെജിം ചേഞ്ച്, അത് നടന്നോ?
ഈ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടു, ശരിയാണ്, റെജിം ചേഞ്ച് നടന്നിട്ടില്ല. യുറേനിയം 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കൈവശം ഇപ്പോഴുമുണ്ട്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ മെഷീൻ ഡ്രില്ലറൊക്കെ കൊണ്ടുവരും എന്നാണ് ട്രംപ് പറയുന്നത്. അത് നടന്നില്ല. എൻറിച്ച്മെൻറ്റ്, സമ്പുഷ്ടീകരണം, അത് ഇറാൻ സമ്മതിച്ചോ? അത് നടന്നില്ല. പിന്നെ പ്രോക്സീസ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സിയാണ് ഹിസ്ബുല്ലയുടെ കാര്യത്തിൽ പോലും ഉപാധി വെച്ചിട്ടാണ് ഈ സീസ് ഫയർ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുന്നത്. അത് നടന്നില്ല. പിന്നെ മിസൈൽ ഡ്രോൺ ടെക്നോളജി, അത് ഡീഗ്രേഡ് ചെയ്തെങ്കിലും ഇപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പണ്ട് ഇറാന് കൈവശമുണ്ടായിരുന്ന ഈ മിസൈൽ ഡ്രോൺ സംഖ്യയുടെ 50% ഇപ്പോഴും ഇറാൻ്റെ കൈവശമുണ്ട് എന്നാണ്. പിന്നെ ഹോർമുസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ സാമ്രാജ്യത്വത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ സമുദ്ര ഗതാഗതവും സമുദ്ര ഗതാഗത ചാലുകളും അല്ലെങ്കിൽ പാതകളും അതിൻ്റെ നിയന്ത്രണം ഏത് സാമ്രാജ്യത്വ ശക്തിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹോർമുസ് ആവട്ടെ, സൗത്ത് ചൈന സീ ആവട്ടെ, പനാമ ആവട്ടെ, റെഡ് സീ ആവട്ടെ, ആർട്ടിക് റൂട്ട് ആവട്ടെ, ഇതൊക്കെ ലോക സാമ്പത്തിക ലോകത്തിൻ്റെ ഊർജ സ്രോതസ്സുകളെ, വിഭവങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതകളാണ്. അതെ. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ന്യൂക്ലിയർ കാര്യം അവിടെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെ, അതായത് ഫോസിൽ ഫ്യൂവൽ ഗ്ലട്ട് എന്ന് പറയും. അതായത് ഈ ഫോസിൽ ഫ്യൂവലിനോടുള്ള മൂക്കട്ടം, ഫോസിൽ ഫ്യൂവൽ തങ്ങളുടെ, അമേരിക്കയുടെ, വാഷിങ്ടൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും അതിൻ്റെ വില കാലിബ്രേറ്റ് ചെയ്യുന്നത് തങ്ങളായിരിക്കണമെന്നും അത് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക്, ചൈന, ഇന്ത്യ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, ഇവിടങ്ങളിലേക്കൊക്കെ പോകണമെന്ന് നിശ്ചയിക്കുന്നത് ആരാണെന്നും അതോടൊപ്പം തന്നെ പെട്രോ ഡോളർ ഹെജിമണി നിലനിർത്തുക എന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ട്രംപിൻ്റെ കിറുക്കല്ല, സാമ്രാജ്യത്വത്തിൻ്റെ വാസ്തവത്തിലുള്ള ഏറ്റവും കുൽസിതമായ കിറുക്കാണ് എന്ന് വേണമെങ്കിൽ തീർച്ചയായും ഇതിനെപ്പറ്റി പറയാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് പല ലക്ഷ്യങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ അക്കാര്യത്തിൽ അങ്ങോട്ട് യോജിക്കുകയാണ്. അത് പക്ഷെ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണായകമാണ്. കേണൽ ഡിന്നി, ഇതിപ്പോൾ അമേരിക്കയെയും ഇറാനെയും മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. ഇത് പശ്ചിമേഷ്യയെ മാത്രമല്ല, പശ്ചിമേഷ്യയ്ക്ക് അപ്പുറത്തുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഹോർമൂസ് വഴിയുള്ള എണ്ണ ഗതാഗതത്തിൻ്റെ 84% ഏഷ്യയിലേക്കാണ്. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനേക്കാൾ വലിയ പ്രശ്നം നേരിട്ടേക്കാം. പാചകവാതകത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ എണ്ണയുടെ കാര്യത്തിലാവട്ടെ, വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടുക എന്നുള്ളത് ലോകത്തിൻ്റെ ആകെ ആവശ്യമാണ്. സ്റ്റെബിലിറ്റി വരിക എന്നുള്ളത് ലോകത്തെ ആകെ ആവശ്യമാണ്. അതിനെ ഒരു മനുഷ്യൻ ഈ തരത്തിൽ തോന്നിയതുപോലെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, തോന്നിയതുപോലെ തകിടം മറക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ട്രംപ് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് വിചാരിക്കണം. നോക്കൂ ശ്രീ അഭിലാഷ്, എനിക്ക് തോന്നുന്നു നമ്മളൊരു 3-4 മുമ്പ്, അതായത് ഈ യുദ്ധം തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഈ യുദ്ധം കഴിയണമെങ്കിൽ കഴിയുന്ന രീതി മിക്കവാറും ഡൊണാൾഡ് ട്രംപ് വന്ന് അനൗൺസ് ചെയ്യും, നമ്മളെല്ലാം ശരിയാക്കി, ഞങ്ങളെല്ലാം അടിച്ച് തകർത്തു, ഇറാൻ ഇല്ലാതായി, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു പ്രശ്നമില്ല, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം തീർത്തു, അവരുടെ മിസൈൽ സിസ്റ്റം ഒക്കെ തീർത്തു, ഇനി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾ എന്താണ് റെജീം ചേഞ്ച് നടന്നു എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനം നടത്തി യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് നമ്മളൊക്കെ അന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറാനും കൂടെ സമ്മതിക്കണമായിരുന്നു. പക്ഷേ ഇറാൻ അങ്ങനത്തെ രീതിയിലേക്ക് പോയില്ല. കാരണം ഇറാൻ്റെ ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞത്, ഒരു പെയിൻ ടോളറൻസ്, അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ടോളറൻസ് ഉണ്ട്. അത് ഡൊണാൾഡ് ട്രംപിന് അതിന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും ഇന്നലെയും ഒരു ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, 60% അവരുടെ ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ഇപ്പോഴും അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള എന്തായിരുന്നു സ്കെയിൽ, അത് ഇപ്പോഴും 60%, 70% വരെ ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ ഇപ്പോൾ നടക്കുന്നത്, അന്ന് നടക്കുന്നതായിട്ടുള്ളതും ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ നിന്ന് മാന്യമായിട്ട് മുഖം രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്.
പക്ഷെ ആ മാന്യമായിട്ടുള്ള മുഖം രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം ഇറാൻ ഒരു കാരണവശാലും പിന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഇപ്പൊ നോക്കൂ, ഈ ഒരു വിഷയം തന്നെ ഇപ്പം നമ്മളെല്ലാം കണ്ടായിരുന്നു. ഇസ്ലാമാബാദ് വെച്ചിട്ട് ടോക്സ് നടന്നു. അത് കഴിഞ്ഞിട്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഡൊണാൾഡ് ട്രംപ് രാവിലെ പറയുന്ന കാര്യമായിരിക്കത്തില്ല ഉച്ചയ്ക്ക് പറയുന്ന കാര്യമായിരിക്കത്തില്ല രാത്രി പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നിട്ടും ഒരു സീസ് ഫയർ എഗ്രി ചെയ്തു. അത് വെനസ്ഡേ വരെ നിലനിൽക്കുകയാണ്. ആ സീസ് ഫയർ നടന്ന സമയത്ത് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഗുഡ് ഫെയ്ത്തിൽ ഞങ്ങൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും വളരെ സന്തോഷമായിരുന്നു. ലോകത്ത് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള രീതിയായിരുന്നു. ക്രൂഡ് ഓയിലിന്റെ വില വളരെ കുത്തനെ താഴ്ന്നു വന്നു. അപ്പൊ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറന്ന് എന്ന് പറഞ്ഞ ഉടനെ ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, കണ്ടോ ഞാൻ അവരെ മുട്ടുകുത്തിച്ചു, അവർക്ക് അല്ലെങ്കിലും നേവി ഒന്നും ഇല്ലായിരുന്നു, അവരെ അടിച്ച് ഇത് തകർത്തു എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു. നമ്മൾ ഇനി സമാധാനത്തിലേക്ക് പോകുന്നു. ഉടനെ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് വന്നു. ഇറാന്റെ ഉള്ളിൽ തന്നെ ചോദ്യങ്ങൾ വന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു എഗ്രിമെന്റ് ആണോ സൈൻ ചെയ്തത്? അതായത് നിങ്ങൾ ആണവ കാപ്പബിലിറ്റി കൊടുത്തു, നിങ്ങൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വന്നപ്പം പിന്നെ അവിടുത്തെ സ്പീക്കറിന് ചാനലിൽ വന്നിട്ട് പറയേണ്ടി വന്നു, അങ്ങനല്ല, ഞങ്ങൾ ഒരു കാര്യവും ഞങ്ങൾ അങ്ങനെ എഗ്രി ചെയ്തിട്ടില്ല. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ലോകത്തെ മൊത്തത്തിലെ എല്ലാ യുദ്ധത്തിന്റെയും സമാധാനം കണ്ട ആളാണല്ലോ. എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്. അപ്പം ഇറാനെ കുറിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഇറാന്റെ ആളുകൾ ഒന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ഒരു ചർച്ച നടക്കുന്നേ ഉള്ളൂ, അതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലും എഗ്രി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഇറാൻ അടച്ചു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു ഷിപ്പ് ചൈനയിൽ നിന്ന് ഇറാന്റെ ഷിപ്പ് തിരിച്ചു വന്ന സമയത്ത് അത് US പിടിച്ചടക്കുന്നത്. അതിനകത്ത് വലിയ ഒരു ഗ്ലോറി ഒന്നുമില്ല. കാരണം ഒരു നേവിയുടെ ഷിപ്പ് ഒരു മെർച്ചന്റ് വെസലിനെ പിടിച്ചടക്കാൻ അത്ര വലിയൊരു അതിനകത്ത് അത്ര വലിയൊരു മിലിറ്ററി സക്സസ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് ഡൊണാൾഡ് ട്രംപ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഇസ്ലാമാബാദിലേക്ക് വിട്ടു. ഇറാൻ പറയുന്നത് ഞങ്ങൾ വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ട്രസ്റ്റ് ഇല്ല. അവർക്ക് US-ന്റെ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ ട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറി. കാരണം ഇതിനു മുമ്പ് ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പും അവർക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ വീണ്ടും അവർക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ഒരു രീതിയിലേക്കുള്ള കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിലേക്കാണോ എന്ന്. കാരണം എല്ലാ ഫോഴ്സസും ആ രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ ചർച്ചയിലേക്ക് പോകുന്നില്ല, ചർച്ചയിൽ പോയാൽ തന്നെ ഞങ്ങൾ എന്താണോ ആവശ്യം ആ രീതിയിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ശേഷിയുണ്ട്. അവര് ഈ യുദ്ധത്തിൽ നോക്കൂ, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഒരു ഓപ്പൺ നാവിഗേഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു രീതിയിലുള്ള തടസ്സം ആർക്കുമില്ലായിരുന്നു. അതിനെ ആക്ച്വലി വെപ്പനൈസ് ചെയ്തു. ഇറാൻ വെപ്പനൈസ് ചെയ്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. കാരണം അവർ ഗ്ലോബൽ എക്കോണമിയെ കഴുത്തിന് പിടിക്കുന്ന രീതിയിലേക്ക് ഇറാൻ അത് പിടിക്കാൻ സാധിച്ചു. അതാരാണ് അങ്ങനെ ഒരു അവസരം കൊടുത്തത്? അത് ഈ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ടീമിനുള്ളിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ആ രീതിയിലേക്ക് യോജിക്കുന്നില്ല എന്നാണ്. ഈ ഒരു F-15 ഏതൊരു എയർക്രാഫ്റ്റ് ക്രാഷ് ആയ സമയത്ത് ഇറാന്റെ ഉള്ളിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. അതെ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പോയത്, ഞാൻ എന്ത് ഉത്തരം പറയും എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള റിപ്പോർട്ട്സ് ആണ് പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ ടീമിന്റെ ഉള്ളിൽ തന്നെ എല്ലാവരും ആ പറയുന്ന കാര്യത്തിലോട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിലോട്ടോ ഉള്ള ഒരു യോജിപ്പുണ്ടോന്ന്. പക്ഷെ അത്രയും രീതിയിലുള്ള ഒരു ടെമ്പറമെന്റൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളൊരു ചർച്ചയിലേക്ക് ചെല്ലുമ്പം നമ്മൾ ഒരു മാക്സിമം സ്റ്റാൻഡ് എടുത്തോ നിങ്ങൾ അതിന് മുൻപായിട്ട്. പക്ഷെ നിങ്ങൾ ഒരു ട്വിറ്ററിലൊക്കെ വന്നിട്ട് ഒരു രാജ്യത്തിന് മൊത്തം തന്നെ അധിക്ഷേപിക്കുക, മറ്റു കാര്യങ്ങൾ നിങ്ങൾ പൊതു സമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെന്നിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഇറാൻ എന്നുള്ള രാജ്യം ഇത്രയും സിവിലൈസേഷണൽ സ്റ്റേറ്റ് ആയിട്ടുള്ള രാജ്യം അവർ നിങ്ങൾ മുമ്പിൽ സറണ്ടർ ചെയ്യും അല്ലെങ്കിൽ അവർ നിങ്ങൾ മുന്നിൽ മുട്ടുകുത്തുന്നു നമുക്ക് തോന്നില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും ഒരു രീതിയിലേക്ക് ഇസ്ലാമാബാദിലേക്ക് ഇങ്ങനെ ഒരു ടോക്ക് നടക്കുന്ന സമയത്ത് ഇറാൻ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ അവർ പറഞ്ഞു ഞങ്ങൾ ആരെയും ഇടത്തില്ല എന്നാണ്. പക്ഷെ എന്നാലും പാകിസ്ഥാന്റെ അസീം മുനീറിന്റെ ഒരു ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഷർ വെച്ച് ചിലപ്പം ഇറാന്റെ ഒരു റെപ്രസെന്റേഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വന്നാലും ഒരു കാരണം വശാലും ഇവർ പറയുന്നതൊക്കെയുള്ള ഒരു മാക്സിമലിസ്റ്റ്, അതായത് 20 വർഷത്തേക്ക് നിങ്ങൾ ന്യൂക്ലിയർ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, യുറേനിയം നിങ്ങൾ എൻറിച്ച് ചെയ്ത് അതെല്ലാം തിരിച്ചു വെക്കണം, ഹിസ്ബുള്ള ആയിട്ടുള്ള ബാക്കി അല്ലെങ്കിൽ ഹുത്തീസ് ആയിട്ടുള്ള അവരുടെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അത് മാറ്റണം. ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് ഇറാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ആ വളരെ ചെറിയ സാധ്യത മാത്രമാണ് രണ്ട് ഭാഗത്തു നിന്നും, ഇപ്പൊ ഇറാനും US ഭാഗത്ത്. തീർച്ചയായിട്ടും ചർച്ച നടക്കാനുള്ള സാധ്യത തന്നെ വളരെ വളരെ കുറവാണ്. ഇനി ചർച്ച നടന്നാൽ തന്നെ, ഏതെങ്കിലും സാഹചര്യത്തിൽ ചർച്ച നടന്നാൽ തന്നെ അതിലൊരു എഗ്രിമെന്റ് ഉണ്ടാവാനുള്ള സാധ്യത അതിലും കുറവാണ്. വളരെ സങ്കടകരമായ ലോക സാഹചര്യം എന്ന് പറയേണ്ടി വരും. ഡോക്ടർ ലിറാർ പുളിക്കലകത്ത്, ഇനി എന്താണ് മുമ്പിലുള്ളത്? ഇസ്ലാമാബാദിൽ നിന്ന് ഒരു ഔട്ട്പുട്ടും ഉണ്ടാവുന്നില്ല എങ്കിൽ
വെടിനിർത്തൽ കരാറിന്റെ സമയം അവസാനിച്ചാൽ വീണ്ടും രൂക്ഷമായ യുദ്ധത്തിലേക്ക് പോകും. ഇറാനെ ഉദ്ദേശിച്ചതുപോലെ കീഴടക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുമില്ല, ഇസ്രായേലിനും കഴിയുന്നുമില്ല. ഇതിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അത് അമേരിക്കയെയോ മിഡിൽ ഈസ്റ്റിനെയോ മാത്രമല്ല ബാധിക്കുന്നത്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഹോട്ടലുകളിലേക്ക് മെനു 4-1 കട്ട് ചെയ്തിരിക്കുകയാണ്. ഗ്യാസ് പ്രതിസന്ധി എല്ലാവരും മുമ്പിൽ കാണുന്നുണ്ട്. വീട്ടിൽ തന്നെ ഗ്യാസ് ക്രൈസിസ് വരുമോ എന്ന് പേടിച്ച് ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന, കൂടുതൽ കുറ്റികൾ വാങ്ങി വയ്ക്കുന്ന ആളുകളുണ്ട്. എല്ലായിടത്തും ആശങ്കയാണ്. ഇത് പിന്നെ എങ്ങനെ നമ്മളെ സാമ്പത്തികമായി ബാധിക്കുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ലോകത്തെ മുഴുവൻ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾക്ക് ഒരറുതിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വേണമോ വിചാരിക്കാൻ? അഭിലാഷ്, തീർച്ചയായും നമ്മൾ ന്യായമായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ചർച്ചയുടെ നല്ലൊരു ഭാഗവും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചർച്ച ചെയ്തത് ഡൊണാൾഡ് ട്രംപിന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഭ്രാന്താണോ, വട്ടാണോ, കിറുക്കാണോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം തന്നെ കഴിഞ്ഞ ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിലും അതേപോലെ സെക്കൻഡ് ടേമിലും കൂടുതലായിട്ട് അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ കൂടെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹത്തിന് ശരിക്കും വട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുന്ന നമുക്കാണോ വട്ട് എന്ന് ഒരുപക്ഷെ ഇനി നാളുകൾ ചർച്ച ചെയ്ത് ഒരുപക്ഷെ തുടങ്ങും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സൈനിക രാഷ്ട്രീയ ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രവും അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ നടത്തിയ കടന്നുകയറ്റങ്ങളും അല്ലെങ്കിൽ അക്രമങ്ങളും അതേപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ വിധിക്കപ്പെടും. അപ്പം ഇതിനൊരു അവസാനമുണ്ടോ? ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ ഓരോ രാഷ്ട്രത്തിൻ്റെ കഴിയുമ്പം അടുത്ത രാഷ്ട്രത്തിലേക്ക് അവർ കടന്നു കയറുന്നു. അപ്പോൾ ഇതിനൊരു എൻഡ്, ഓരോന്നിൻ്റെയും റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇറാൻ അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിൻ്റെ ഒരു പര്യവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതും അത് ഏതൊക്കെ രാഷ്ട്രത്തിന് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹം വളരെ സീരിയസ് ആയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എങ്ങനെ അവസാനിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളെയും ആളുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ കൂടെ തന്നെ അമേരിക്കയുടെ ഒരു ക്രെഡിബിലിറ്റി, അമേരിക്ക എന്ന രാഷ്ട്രത്തിനുണ്ടായ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്കോ അമേരിക്കൻ ഫോറിൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആക്ച്വലി ഈ ഒരു ഇറാൻ വാറോട് കൂടി അത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നേരത്തെ പല ആളുകളും നിരീക്ഷിച്ച പോലെ തന്നെ ട്രംപ് എന്ന പ്രസിഡന്റ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, ഇന്ന് രാവിലെ പറയുന്നതല്ല ഇന്ന് വൈകുന്നേരം പറയുന്നത്. അത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു പ്രസിഡന്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഇത് ലോകത്തിൻ്റെ ഓരോ കോണിലും ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതിഭീകരമാണ്. ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ടും എനർജി സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പറഞ്ഞതാണ്. അതേപോലെ അഭിലാഷ് പറഞ്ഞു കേരളത്തിൻ്റെ എക്കോണമിയെ വരെ നമ്മുടെ LPG ഇതിനൊക്കെ വളരെയധികം ബാധിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്ന് അമേരിക്കയുടെ ക്രെഡിബിലിറ്റി ബാധിച്ചു, രണ്ടാമത് ഇത് അപ്രതീക്ഷിതമായിട്ട് ഇതുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു മേഖല ഗൾഫ് കൺട്രീസാണ്. കാരണം ഗൾഫ് കൺട്രീസിന് നേരത്തെ ഉണ്ടായിരുന്നൊരു ഇമേജ് എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിൽ സംഘർഷം എത്ര ഉണ്ടായാലും ഏതൊക്കെ രാഷ്ട്രങ്ങൾ അഫക്റ്റ് ചെയ്താൽ അത് ലെബനാൻ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ സംഘർഷമായിട്ട് അപ്പോഴൊന്നും ഒരിക്കലും ഗൾഫ് രാഷ്ട്രങ്ങൾ ഇത്രയധികം കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ട്ലി ഒരു വാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇത്രയും നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അത് സൗദി ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ഈ ഒരു ഒറ്റ യുദ്ധത്തിൽ അവർ ഇമേജ് നഷ്ടപ്പെട്ടു. അതായത് സേഫ്, സ്റ്റേബിൾ അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ എന്നുള്ളൊരു ഇമേജ് അവർക്ക് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് UAEക്കൊക്കെ ഇതുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം ചെറുതല്ല. കാരണം അവർ ലോകത്തിലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ, ടൂറിസത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള, ഇനി സൗദി അറേബ്യക്കാണെങ്കിൽ അവരെ മിഷൻ 2030 പോലത്തെ ഒരുപാട് ഡ്രീം പ്രൊജക്ട്സുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടക്സ്റ്റ് ആണ്. അതേപോലെ ഖത്തറിൻ്റെ സിറ്റുവേഷൻ നമുക്കറിയാം. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം അവർ ഇമേജ് നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവർക്ക് ഇമേജ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇവരെ ഇനി വരുന്ന വർഷങ്ങൾ അവരെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഈ ഒരു മേഖലയെ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, അത് ഇന്ത്യ എന്നുള്ള മലയാളികൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് 90 ലക്ഷത്തിലധികം മലയാളികൾ ഇന്ത്യക്കാരുള്ള ഒരു മേഖലയാണ് GCC കൺട്രീസ്. അപ്പോൾ ഈ രാഷ്ട്രത്തിന് സംഭവിക്കുന്ന എന്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആയിക്കോട്ടെ, എക്കണോമിക് ഒരു സ്ലോ ഡൗണോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ രാഷ്ട്രങ്ങളെയും ബാധിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഗൾഫ് കൺട്രീസിലേക്ക് ഒരുപാട് വിദേശ തൊഴിലാളികളുള്ള അല്ലെങ്കിൽ ഫോറിനേഴ്സാണ് ആ രാഷ്ട്രത്തിൻ്റെ ഒരു ഡെമോഗ്രഫി കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ GCC കൺട്രീസിലും, പ്രത്യേകിച്ച് UAE, ഖത്തർ, ബഹ്റൈൻ, UAE പോലത്തെ കുവൈത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ബിലോങ്സ് ടു ഫോറിനേഴ്സ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വാർ കണ്ടിന്യൂ ചെയ്താൽ ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന
ഏതാണ്ട് എല്ലാ ഫോറിൻ സിറ്റിസൺസിനെയും അവരെ ഫാമിലിയെയും പ്രത്യേകിച്ച് മലയാളികളൊക്കെ അതിഭീകരമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളിപ്പോൾ LPG ഒരു ഷോർട്ടേജിനെ പറ്റി സംസാരിക്കുന്നു. LPG നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ വിറക് കത്തിക്കുക അങ്ങനെ എന്തെങ്കിലും ഓപ്ഷനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ മേഖലയിൽ നിന്ന് വരുന്ന റെമിറ്റൻസസ്, അവിടെ നിന്ന് വരുന്ന പണത്തിന്റെ ലഭ്യതയ്ക്ക് ഉണ്ടാകുന്ന കുറവ്, അത് കേരള എക്കോണമി എത്രത്തോളം ബാധിക്കും നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. കാരണം ഇനി ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ ക്രൈസിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കേരളത്തിന്റെ GDP യുടെ നല്ലൊരു ശതമാനം അറൌണ്ട് 30% എന്നൊക്കെയാണ് പലപ്പോഴും പല CDSന്റെ ഒക്കെ പല സ്റ്റഡീസിലും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മുടെ GDP ഇത്രയും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു മേഖല, പ്രത്യേകിച്ച് അവിടെ നിന്ന് വരുന്ന റെമിറ്റൻസ്, അപ്പോൾ ആ മേഖലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേരളത്തിന്റെ എക്കോണമിയെ എത്രത്തോളം ഇനി വരും വർഷങ്ങളിൽ എങ്ങനെ ബാധിക്കും, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, എത്ര കാലതാമസം എടുക്കും, ഇനി ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്, എല്ലാ രാഷ്ട്രങ്ങളും ചിന്തിക്കുന്നതും സംസാരിക്കുന്ന ഒരു പെർമനന്റ് ഒരു സീസ് ഫയർ സെറ്റിൽമെന്റ് ആണ്. പക്ഷെ അത് ഇന്നേ വരെ നടന്നിട്ടില്ല, അതിനെപ്പറ്റി വലിയൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഇത് അനന്തമായിട്ട് നീളുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത് ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ എന്നാൽ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് എനർജി സെക്യൂരിറ്റി ഇതിന്റെ കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ കൂടെ തന്നെ ബാബൽ മന്ദബ് സ്ട്രെയിറ്റും കൂടിയും അടച്ചിടുന്ന ഒരു ഡ്യുവൽ, അങ്ങനെ ഒരു ക്രൈസിസ്, ഒരു ബ്ലോക്കേഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ സ്വാഭാവികമായിട്ടും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിട്ടാൽ അത് ഏഷ്യൻ മേഖലയായിരിക്കും കൂടുതൽ ബാധിക്കുക. അതേസമയം ബാബൽ മന്ദബ് അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുവഴിയുള്ള സൂയസ് കനാൽ വഴിയുള്ള യൂറോപ്പിലേക്കുള്ള ഒരു ഷിപ്പ് ട്രാൻസ്പോർട്ടേഷനും അത് ബാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സ്ട്രെയിറ്റും, രണ്ട് ചോക്ക് പോയിന്റ്സും, സ്ട്രാറ്റജിക് വാട്ടർ ബോഡീസിന്റെ ഈ രണ്ട് പോയിന്റുകളും കൃത്യമായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു വാർ എങ്ങനെ നീണ്ടു പോകുന്നു, എങ്ങനെ സീസ് ഫയർ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് അതിനനുസരിച്ചിരിക്കും ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ മേഖല എത്ര ദിവസത്തേക്ക് എങ്ങനെയൊക്കെ ബാധിക്കും നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഈ യുദ്ധത്തിന്. നമുക്ക് ദീർഘകാല പ്രതിസന്ധിയാണ് മുമ്പിലുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം റെമിറ്റൻസിനെ കൂടി ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ എക്കോണമി വിദേശത്ത് നിന്ന് പ്രവാസികൾ അയക്കുന്ന പണത്തെ കൂടി ഡിപ്പെൻഡ് ചെയ്താണ്. ഇതെല്ലാം ബാധിക്കുകയാണ്. തൊഴിൽ ക്രൈസിസ് ഉണ്ടാവാം, റെമിറ്റൻസ് വരാത്തത് കൊണ്ട് നമ്മൾ തന്നെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് അടക്കം സ്ലോ ഡൗൺ ചെയ്യപ്പെടാം. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കിറുക്കോ ഒരു മനുഷ്യന്റെ അത്യാഗ്രഹമോ എങ്ങനെയാണ് ലോകത്ത് ഓരോ മനുഷ്യനെയും ദുരിതത്തിലാക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം വേറെയില്ല. ഒരു ഇടവേളയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വേണം പ്രൊഫസർ ജോസഫ് ആന്റണി. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അമേരിക്കൻ പൊതുസമൂഹത്തിൽ തീർത്തും കുറവാണ് ട്രംപിനോടുള്ള അനുഭാവം. വലിയ തോതിൽ എതിർവികാരമുണ്ട്. നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, അവർ ട്രംപിനെ പിന്തുണയ്ക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ട്രംപിന്റെ മാത്രം പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. കൂടിപ്പോയാൽ അത് ഇസ്രയേലിന്റെ കൂടി പദ്ധതി എന്ന് പറയാം. ഈ കാര്യത്തിൽ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഡൊണാൾഡ് ട്രംപിനെ എന്ന് വേണമോ നമ്മൾ കരുതാൻ? രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടിയെ സംബന്ധിച്ച് സൂചിപ്പിക്കാവുന്നതാണ്. ഒന്ന്, ഈ അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ വിദഗ്ധനാണ് സ്റ്റീഫൻ വോൾട്ട്. സ്റ്റീഫൻ വോൾട്ടും ഈ ജോൺ മീർഷിമറും ചേർന്ന് എഴുതിയൊരു പുസ്തകം തന്നെയുണ്ട്. ഈ ഇസ്രായേലിൻ്റെ അമേരിക്കൻ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനത്തെ സംബന്ധിച്ചാണ് ഇസ്രായേൽ ലോബി എന്ന പുസ്തകം. ഇസ്രായേൽ ലോബി ആൻഡ് അമേരിക്കൻ ഫോറിൻ പോളിസി. ഈ പുസ്തകം, അതായത് ഈ ഇസ്രായേൽ ലോബി എപ്രകാരമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി, വളരെ വലിയൊരു ബുക്കാണത്, അത് വളരെ വ്യക്തമായി പറയുന്നതാണ്. ആ പുസ്തകം എഴുതിയ സ്റ്റീഫൻ വോൾട്ട് ഫോറിൻ പോളിസി മാഗസിൻ, അമേരിക്കയിൽ നിന്നിറങ്ങുന്ന ഫോറിൻ പോളിസി മാഗസിൻ ഈ അടുത്ത കാലത്ത് 2 ലേഖനങ്ങൾ എഴുതി. ആ 2 ലേഖനങ്ങളിലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യം, ഈ ട്രംപിന്റെ നടപടികളെ പിന്നെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറയുന്ന കാര്യം, അമേരിക്ക ഹാസ് ബിക്കം എ റോഗ് സ്റ്റേറ്റ് എന്നാണ്. അമേരിക്ക ഒരു തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഇസ്രായേലിനെ അമേരിക്കയൊക്കെ ഈ തെമ്മാടി രാഷ്ട്രം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ എന്ത് കോലാഹലമായിരുന്നു ഇവിടെ നടന്നത്. അമേരിക്കയിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ ചിന്തകനായിട്ടുള്ള സ്റ്റീഫൻ വോൾട്ട് തന്നെ അമേരിക്കൻ ഭരണകൂടം ഒരു തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്ക പണ്ട് ഈ നോർത്ത് കൊറിയയും ഇറാനെയും ഇറാഖിനെയും ഒക്കെ വിശേഷിപ്പിച്ചതിനേക്കാൾ വളരെ അപകടകരമായ തരത്തിലുള്ള ഒരു റോഗ് സ്റ്റേറ്റ് ആയിട്ട്, തെമ്മാടി രാഷ്ട്രമായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം വേറൊരു വാക്ക് കൂടി ഉപയോഗിക്കുന്നത് പ്രിഡേറ്ററി ഹെജിമൺ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഈ തിന്നു തീർക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മേധാവിത്വ ശക്തിയായി അമേരിക്ക മാറിയിരിക്കുന്നു. ആ കൂട്ടത്തിലാണ് നമുക്കെല്ലാവർക്കും അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം ശത്രുക്കളെ മാത്രമല്ല ഈ പ്രിഡേറ്ററി ഹെജിമൺ ഇല്ലാതാക്കുന്നത്, ഈ നാറ്റോ സഖ്യത്തിലുള്ള രാജ്യങ്ങളെ
പോലും ഈ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതായത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ അന്തർദേശീയ നിയമങ്ങൾ, അതായത് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സൃഷ്ടിച്ച ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ലിബറൽ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ഉദാരവാദ ആഗോള ലോകക്രമം, ഈ ഹിനാസൊക്കെ കൂടെ പറയുന്ന കണക്കുള്ള ചട്ടപ്രകാരമുള്ള ലോകക്രമം, ആ ചട്ടപ്രകാരമുള്ള ലോകക്രമത്തെ വാസ്തവത്തിൽ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ അന്തർദേശീയ നിയമങ്ങളും എല്ലാ അന്തർദേശീയ സ്ഥാപനങ്ങളും, നമുക്ക് എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് അദ്ദേഹത്തിന് വേണ്ട, അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മാത്രം മതി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് വേണ്ട. ഈ അടുത്ത കാലത്ത് 66 ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്നാണ് അമേരിക്ക പിന്മാറിയത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു രാജ്യവും അല്ലെങ്കിൽ അന്തർദേശീയ നിയമങ്ങളും എനിക്ക് ബാധകമല്ല, അന്തർദേശീയ സ്ഥാപനങ്ങളെ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഞങ്ങളെല്ലാവരും പറയും ഈ പ്രൈവറ്റൈസ്ഡ് ഡിപ്ലോമസി എന്ന് പറയുന്ന തരത്തിൽ, അതായത് ഡിപ്ലോമസിയെ പോലും സ്വകാര്യവൽക്കരിച്ചു ട്രംപ്. അതുകൊണ്ടാണ് ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ് ലോകത്തുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കേണ്ടത്. പക്ഷേ ഇനി അതൊന്നും വേണ്ട, എൻ്റെ കീഴിലുള്ള ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന മതി. അതായത് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ചുമ്മാതല്ല, എനിക്ക് എൻ്റെ ബോർഡ് ഓഫ് പീസിൽ നിങ്ങൾ അംഗമാകണമെങ്കിൽ നിങ്ങൾ $1 ബില്യൺ തരണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പദവി ഞാൻ തരും. അപ്പോൾ ഗാസ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അദ്ദേഹം പിന്നെ പറഞ്ഞു, ഗാസ മാത്രമല്ല ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ പരിഹരിക്കും എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത്, സ്റ്റീഫൻ ബോൾട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഗ്രീൻലാൻഡ്, നെതർലൻഡിൻ, ഡെൻമാർക്കിന്റെ കയ്യിലുള്ള ഗ്രീൻലാൻഡിനെ ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോ നാറ്റോ രാജ്യങ്ങളോ യൂറോപ്യൻ യൂണിയനോ ഇന്ത്യയോ പോലെയുള്ള രാജ്യങ്ങളൊന്നും എൻ്റെ കാഴ്ചപ്പാടിൽ പ്രശ്നമല്ല, എൻ്റെ മാത്രം പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിന് വേറൊരു തലം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ യുദ്ധത്തിന് അദ്ദേഹം ഈ സൈനിക ആക്രമണത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. അമേരിക്കക്കാർ ഇതിനെ പറയുന്ന വേറൊരു പേരാണ്, ഓപ്പറേഷൻ എപ്സ്റ്റീൻ ഫ്യൂറി എന്നാണ്. അതായത് എപ്സ്റ്റീൻ ഫയലുകൾ, അവിടെ ഇദ്ദേഹത്തിൻ്റെ ബാല ലൈംഗിക പീഡകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൃത്തികേടുകളെ കുറിച്ചൊക്കെ അമേരിക്കയിൽ വളരെ പാട്ടാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നും ഈ നവംബർ മാസം വരെയെങ്കിലും, അതായത് മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുന്ന നവംബർ മാസം വരെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ ഇറാൻ യുദ്ധം ഒരുപക്ഷെ അവസാനിച്ചേക്കാം ഒരു മാസം കൊണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം അടുത്ത യുദ്ധത്തിലേക്ക് പോകും. അതൊരു പക്ഷേ ക്യൂബയ്ക്കെതിരെയാവാം, മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെയാവാം. എന്ന് പറഞ്ഞാൽ നിരന്തരം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹം സർവ്വ മേഖലകളിലും പറയപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു രാഷ്ട്രം അമേരിക്ക സാധാരണ യുദ്ധത്തിന് പോകുമ്പോൾ ആ രാജ്യം ചെയ്യുന്ന 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. അതൊന്നും ചെയ്യാതെ, അതായത് ജനങ്ങളെ അതായത് ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭ, ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിലുള്ള ആളുകളുമായിട്ട് വളരെ ഗ്രഹപാഠം ചെയ്യും, വളരെയധികം ഗൗരവമായി ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ടാണ് സാധാരണ അദ്ദേഹം യുദ്ധത്തിന് പോകുന്നത്. ഇവിടെ അദ്ദേഹം അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗ് നടത്തിയപ്പോൾ 2 പേര്, വളരെ പ്രധാനപ്പെട്ട 2 പേര് പറഞ്ഞു, നിങ്ങൾ ഇറാനെതിരെ യുദ്ധത്തിന് പോകരുത്, ഇറാനെതിരെ യുദ്ധത്തിന് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് പറഞ്ഞു. സേനകളുടെ എല്ലാം മേധാവിയായിട്ടുള്ള ഡാൻ കെയ്ൻ പറഞ്ഞു, നമ്മൾ യുദ്ധത്തിന് പോകരുത്. പക്ഷേ ഇവരുടെ അഭിപ്രായം മാനിക്കാതെ അദ്ദേഹം യുദ്ധത്തിന് പോയി. 2, ഏത് രാജ്യം അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധത്തിന് പോയാലും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ബൈപാർട്ടിസൺ കോൺസെൻസസ് എന്നാ പറയുന്നത്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ, പാർലമെന്റ് അംഗങ്ങളെ വിളിച്ചു വരുത്തി, നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്, നിലനിൽപ്പിന് വെല്ലുവിളി നേരിടുകയാണ്, അതുകൊണ്ട് നമുക്ക് യുദ്ധത്തിന് പോയേ പറ്റൂ എന്ന് അവരെ കൺവിൻസ് ചെയ്യും. അതാണ് ബൈപാർട്ടിസൺ കോൺസെൻസസ്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ്. 2, പാർലമെന്റ് അംഗങ്ങളെ ഈ വിഷയം സംസാരിച്ചതില്ല. 3, അദ്ദേഹം ജനങ്ങളോട് പറയും, അതായത് നമ്മുടെ രാജ്യം വളരെ വലിയ ഭീതിയെ നേരിടാൻ 2003 അതാണ് ബുഷ് ചെയ്തത്. ബുഷ് പറഞ്ഞു, ഇതാ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇറാഖ്, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും, 2-3 തവണ നശിപ്പിക്കാനുള്ള ആയുധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പിന്തുണച്ചു. അപ്പോൾ ഇത് ജനങ്ങളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാറ്റോയുമായി സംസാരിക്കും. സാധാരണ ഏത് യുദ്ധത്തിന് പോയാലും അമേരിക്കൻ പ്രസിഡന്റുമാരെ നാറ്റോയിലെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തിട്ട് അവരുടെ കൂടി സമ്മതം വാങ്ങി അവരുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. ഇത്തവണ ആരും വന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമില്ല. എന്തുകൊണ്ടാണ് കാര്യം, ഈ ഓപ്പറേഷൻ എപ്സ്റ്റീൻ ഫ്യൂറിയാണിത്. അതായത് എപ്സ്റ്റീൻ ഫയലുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും, ഇദ്ദേഹം യുദ്ധത്തിനൊന്നും ഒരിക്കലും ഞാൻ പോവില്ല, ഞാൻ വിലയെല്ലാം കുറച്ചുകൊണ്ട് വരും, ഇൻഫ്ലേഷൻ കുറയ്ക്കും, വില കുറയ്ക്കും, നിങ്ങളെ വരുമാനം കൂട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായും, അതായത് ഈ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ചുള്ള റേറ്റിംഗിൽ ഇത്രയധികം നെഗറ്റീവായിട്ടുള്ള റേറ്റിംഗ് വന്ന വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇല്ല. യുദ്ധസമയത്ത് സാധാരണഗതിയിൽ അമേരിക്ക അവിടുത്തെ പ്രസിഡന്റിനെ പിന്തുണയ്ക്കും, അവർ പിന്തുണയ്ക്കുന്നില്ല, ഭരണകൂടം പിന്തുണയ്ക്കുന്നില്ല, നാറ്റോ പിന്തുണയ്ക്കുന്നില്ല, ജനങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, ആരുടെയും പിന്തുണയില്ല.
എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അമേരിക്ക ഇപ്പോൾ ഒരു റോഗ് സ്റ്റേറ്റായി മാറിയിരിക്കുന്നു, തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ലോക സമാധാനത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയ വെല്ലുവിളിയാണ്. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ ആപത്ത്. തീർച്ചയായും. ഷിനാസ്, ഇന്ന് കണ്ട ഒരു ദൃശ്യം, അത് സൗത്ത് ലെബനനിൽ നിന്നാണ്. ഒരു IDF സൈനികൻ യേശുക്രിസ്തുവിന്റെ പ്രതിമ അടിച്ച് തകർക്കുന്നു, അതിനെ അനാദരിക്കുന്നു. വലിയ തോതിൽ അമേരിക്കയിലടക്കം അത് രോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, ലെബനനോട് കൂടി വെടിനിർത്തൽ എഗ്രി ചെയ്തതാണ് കഴിഞ്ഞ ദിവസം. പക്ഷേ ഇന്നലെ സൗത്ത് ലെബനനിൽ കൻറ്റാറയിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തി, IDF നടത്തി. അതിനിടയിൽ യേശുക്രിസ്തുവിനെ അനാദരിക്കുന്നു. ഇസ്ലാമാബാദ് റൗണ്ട് ചർച്ചകൾ പരാജയപ്പെടുമെന്ന് ഉറപ്പാവുന്നു. ആ ചർച്ച തന്നെ നടക്കാനുള്ള സാധ്യതയില്ല. ഇത് ലോകത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അമേരിക്കയ്ക്ക് സഖ്യരാഷ്ട്രങ്ങളുടെയോ സ്വന്തം സമൂഹത്തിന്റെയോ അതിശക്തമായ പ്രഷർ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? തീർച്ചയായിട്ടും പോകും. ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ട്രംപിന് കിറുക്ക് ആണെങ്കിൽ ട്രംപിൻ്റെ ടീമിന് മൊത്തം കിറുക്ക് ആണ് എന്ന് പറയേണ്ടി വരാം. കാരണം ഞാൻ പറയാൻ കാരണം, ഈ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ കഴിഞ്ഞ ഫെബ്രുവരി 13 മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ യൂറോപ്യൻ നേതാക്കളെ അഭിസംബോധന ചെയ്ത് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം ട്രംപ് പറയുന്നതിനേക്കാൾ ഭീകരമാണ്. കഴിഞ്ഞ 500 കൊല്ലത്തെ കോളനിവൽക്കരണത്തെ അദ്ദേഹം മഹത്വവൽക്കരിച്ചു. ഇപ്പോൾ വെസ്റ്റ് ഡിക്ലൈൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ആ കോളനിവൽക്കരണം നമ്മുടെ ഏറ്റവും മഹത്തായ നേട്ടങ്ങളിലൊന്നായിരുന്നു. അതുകൊണ്ട് വെസ്റ്റ് ഡിക്ലൈൻ ചെയ്യാൻ പാടില്ല. വെസ്റ്റിൻ്റെ ഡിക്ലൈനെ തടഞ്ഞു നിർത്താൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിങ്ങളൊക്കെ വാഷിങ്ടണിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞത് ട്രംപല്ല, മാർക്കോ റൂബിയോ എന്ന സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് കിറുക്കാണോ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അമേരിക്ക തെമ്മാടി രാഷ്ട്രമാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അമേരിക്ക എന്നും തെമ്മാടി രാഷ്ട്രമായിരുന്നു. പ്രത്യേകിച്ച് 2ാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക, ഏത് അമേരിക്കൻ പ്രസിഡൻ്റാണ്, ഏത് അമേരിക്കൻ ഡിസ്പെൻസേഷനാണ് തെമ്മാടി രാഷ്ട്രമല്ലാതെ പെരുമാറിയത്? കൊറിയയിലാവട്ടെ, വിയറ്റ്നാമിലാവട്ടെ, എത്രയെത്ര, നിക്കരാഗയിലാവട്ടെ, അല്ലെങ്കിൽ ചിലിയിലാവട്ടെ, എത്രയെത്ര അമേരിക്ക. അപ്പം ഒബാമ പോലും ട്രംപിനെ പോലല്ല. ട്രംപ് ഇങ്ങനെ ബ്ലണ്ടായിട്ട് പറയുന്നു, മറ്റുള്ളവർ വളരെ സോഫ്റ്റായിട്ട് അവരുടെ തമ്മാടിത്തം, ഈ രാഷ്ട്രത്തിൻ്റെ തമ്മാടിത്തം കാണിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് 45 മുതൽ 90 വരെ ബൈപോളാർ ദ്വിധ്രുവ ലോകമായിരുന്നു സോവിയറ്റ് യൂണിയനും അമേരിക്കയും. 90 മുതൽ ഏതാണ്ട് ഒരു ക്രീമിയ പിടിച്ചടക്കുന്ന 2014 വരെ അമേരിക്കയുടെ യൂണിപോളാർ മൊമെൻ്റായിരുന്നു, ഏകധ്രുവ ലോകം. പിന്നെ അമേരിക്ക ശരിക്കും മനസ്സിലാക്കി ലോകം ബഹുധ്രുവ ദിശയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതിൽ ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, ദക്ഷിണാഫ്രിക്കയുണ്ട്, ബ്രസീലുണ്ട്. അപ്പോൾ ലോകം മൾട്ടിപോളാർ ആവാൻ പാടില്ല. അത് അമേരിക്കയെ അസ്വസ്ഥമാക്കുന്ന കാര്യമാണ്. അതാണ് മാർക്കോ റൂബിയോയും പറഞ്ഞത്, ലോകം നമ്മുടെ കാൽ കീഴിൽ നിൽക്കണം. അപ്പോൾ ഇതാണ് അജണ്ട. അല്ലാതെ ട്രംപിൻ്റെ ഒരു വ്യക്തിഗതമായിട്ടുള്ള തീരുമാനമോ വ്യക്തിഗതമായിട്ടുള്ള ഒരു മെഗലോമാനിയാക്കായിട്ടുള്ള ചില നടപടികളോ അല്ല. ഇത് അമേരിക്ക എന്ന രാഷ്ട്രം അതിൻ്റെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിൽ നേരിടുന്ന ഫ്രസ്ട്രേഷൻ ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയാണ്, നോക്കൂ, വെനസ്വേല അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ ഒന്നും നടന്നില്ല. അപ്പോൾ ലോകത്തോട് അല്ലെങ്കിൽ ചൈനയോട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോട് പറയാതെ പറയുകയാണ്, ഞങ്ങളാണ് വമ്പന്മാർ, ചട്ടമ്പികൾ, ലോകത്തെ ബഹുധ്രുവമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്ന ഒരു ഘട്ടമാണ് ഈ യുദ്ധം ഫെബ്രുവരി 28. പക്ഷേ അമേരിക്ക ട്രംപിന്
ഇക്കാര്യത്തിൽ വലിയ മിസ്കാൽക്കുലേഷൻ സംഭവിച്ചു. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1980 മുതൽ 88 വരെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിനെ അമേരിക്കയും ഒരു വേള സോവിയറ്റ് യൂണിയനും ഗൾഫ് രാഷ്ട്രങ്ങളും ഒക്കെ സഹായിച്ചിട്ട് പോലും ഇറാൻ പിടിച്ചു നിന്നു. ഇറാന് വേദന ഉൾക്കൊള്ളാനും ആഗിരണം ചെയ്യാനുമുള്ള ശേഷി ആ മൊമെന്റിൽ ഇടപെട്ട ഒരു ചോദ്യം ട്രംപിന് മനസ്സിലായിട്ടില്ല. ഷിനാസ്, 1979 ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നു, 80കളിൽ യുദ്ധം നടക്കുന്നു. ഒരുപക്ഷെ വലിയ തോതിലുള്ള എതിർവികാരം അടിച്ചമർത്തപ്പെട്ടവരിൽ നിന്ന് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഭരണകൂടം നേരിട്ടേനെ. പക്ഷേ ഈ ആക്രമണം, ഇറാൻ എന്ന് പറയുന്ന ദേശരാഷ്ട്രം ആക്രമിക്കപ്പെട്ടപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തിന് കീഴിൽ അണിനിരക്കാൻ അല്ലെങ്കിൽ അതിന് പിന്നിൽ അണിനിരക്കാൻ ഇറാനികൾ സന്നദ്ധരായി. ആ ഭരണകൂടം ഒരു റെഷീം ചേഞ്ചോ ജനകീയ വിപ്ലവമോ നേരിടാതെ രക്ഷപ്പെട്ടു. നോക്കൂ, ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. റഷീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ആവശ്യം വളരെ സജീവമായിരുന്നു. ജനാധിപത്യവാദികൾ, ലിബറലുകളൊക്കെ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ ആക്രമണം കൊണ്ട് ഇനി കുറെ കാലം കൂടിയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 10-15 വർഷം കൂടിയെങ്കിലും നിലവിലുള്ള സംവിധാനത്തിന്, ആയത്തുള്ള ഖാമിനി കൊല്ലപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് ഈ റഷീം ഇങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യത കൂടിയല്ലേ അമേരിക്കയും ഇസ്രയേലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബർ ജനുവരിയിൽ അവിടെ വലിയ തോതിൽ പ്രക്ഷോഭമുണ്ടായി. ആ രീതിയിൽ ഇറാൻ അകത്ത് നിന്ന് കാര്യമായി വളരെ പ്രക്ഷുബ്ധമായ വെല്ലുവിളി ഇറാനിയൻ ഭരണകൂടത്തിന് നേരിടേണ്ടി വരും എന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ ഒരു സിവിലൈസേഷൻ സ്റ്റേറ്റാണ്. അമേരിക്കയോ കൊളംബസും അമേരിക്കോ വെസ്പൂച്ചി രണ്ടുപേരുമാണല്ലോ അമേരിക്ക കണ്ടുപിടിക്കുന്നത്. കൊളംബസ് അല്ല, മറ്റേ അമേരിക്കോ വെസ്പൂച്ചിയാണ്. അപ്പോൾ അമേരിക്ക എന്ന രാജ്യത്തിന് കേവലം 3-4 നൂറ്റാണ്ടുകളുടെ ചരിത്രമേ ഉള്ളൂ. അതൊരു സിവിലൈസേഷൻ സ്റ്റേറ്റ് അല്ല. ഇറാൻ പക്ഷേ ഇന്ത്യയെപ്പോലെ ചൈനയെപ്പോലെ ഒരു സിവിലൈസേഷൻ സ്റ്റേറ്റാണ്. അപ്പോൾ ആകാശത്ത് നിന്നോ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പിന്തുണയും ഇസ്രായേലും അമേരിക്കയും കൂട്ടുചേർന്ന് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇറാനിയൻ പൗരോഹിത്യ ഭരണത്തിനെതിരെ അവിടെ ഒരുപാട് കാലമായി പ്രതിഷേധമുണ്ട്, രോഷമുണ്ട്, പലതരത്തിലുള്ള വിപ്രതിപത്തികളുണ്ട്. അതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇറാനികൾ ഒന്നിക്കും. അപ്പോൾ അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ യുദ്ധം ഇറാനികളെ കൂടുതൽ ഐക്യമുള്ളവരാക്കി തീർക്കും. പൗരോഹിത്യ ഭരണം കൂടുതൽ കാലം തുടരാൻ ഇടയാക്കും എന്നാണ് നമ്മൾ തീർച്ചയായും അനുമാനിക്കേണ്ടത്. കാരണം അതാണ് ഇറാഖ് യുദ്ധകാലത്ത് സംഭവിച്ചത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും വിചാരിച്ച് ഇപ്പോൾ ലീഫ്ലെറ്റൊക്കെ ഇങ്ങനെ വിതരണം ചെയ്തല്ലോ, ഇതാ നിങ്ങൾക്ക് സമയമായി, സ്വാതന്ത്ര്യത്തിന് സമയമായി, ഞങ്ങളിതാ നിങ്ങൾക്ക് വഴി തെളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു അനക്കം പോലും ഉണ്ടായില്ല. കാരണം ഈ യുദ്ധത്തിൽ ആദ്യത്തെ 100 മണിക്കൂറിൽ ആദ്യത്തെ 4 ദിവസം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇസ്രായേൽ മാത്രം 10,000 ടണ്ണിലധികം ബോംബുകൾ വർഷിച്ചു. അമേരിക്ക മാത്രം 13,000 ടണ്ണിലധികം ബോംബുകൾ വർഷിച്ചു. 4,000 സ്ഥാനങ്ങളിൽ 4,000. അതിൽ വെറും മിലിറ്ററി അങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രമല്ല, സിവിലിയൻ. ഇപ്പോൾ ആദ്യം തന്നെ തകർക്കപ്പെട്ടത് ഏതാണ്? മിനാബ് സ്കൂൾ. ആ പെൺകുട്ടികൾ 165 പെൺകുട്ടികൾ വധിക്കപ്പെട്ടു. അപ്പോൾ ആരുടെ കൂടെ നിൽക്കും? അപ്പോൾ ഇറാനികൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പണ്ടേ, ഇപ്പോഴും ഉണ്ടാവാം. പക്ഷേ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന പുറമെ നിന്നുള്ള ഒരു ഭരണമാറ്റത്തെ ഒരു ഇറാനിയൻ വിമതൻ പോലും, ഏറ്റവും രൂക്ഷമായി ഇറാനിയൻ പൗരോഹിത്യ ഭരണകൂടത്തെ എതിർക്കുന്ന വിഭാഗം പോലും അനുകൂലിക്കില്ല. തീർച്ചയായും അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു മിസ്കാൽക്കുലേഷൻ സ്വാഭാവികമായിട്ടും US-നെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഡിന്നി, ഈ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് അമേരിക്കയും ഇസ്രയേലും നേടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണോ? ഒന്ന്, ഇതുവരെയും ഇറാന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആണവ നിരായുധീകരണം എന്നുള്ളത് സാധിച്ചിട്ടില്ല. ഇറാനെ കൊണ്ട്
ഇനി യുറേനിയം സമ്പുഷ്ടീകരിക്കില്ല എന്നൊരു ഉറപ്പ് വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ മിലിറ്ററി ഫെസിലിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാനോ അതിൻ്റെ ഹെഡ് ഇല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷെ അതുകൊണ്ട് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനോ ഇറാന്റെ സൈനിക സംവിധാനങ്ങൾക്കോ അതിന് ഇൻഫ്രാസ്ട്രക്ചറിനോ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരിക്കെ ഈ യുദ്ധത്തിന്റെ സൈനികമായ കൺക്ലൂഷൻ എന്തായിരിക്കുമെന്ന് വിചാരിക്കണം. അഭിലാഷ്, ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമാണ്. അതായത് ഇപ്പം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തുള്ള കാര്യം തന്നെയാണ്. അതായത് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന രീതി അനുസരിച്ച്, അതായത് അവർ എയർഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റോക്കറ്റ്സ് ഉപയോഗിച്ച് മാത്രമായിട്ട് നടത്തുന്ന ഒരു അറ്റാക്ക്, അതിലൂടെ അവർക്ക് മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് എല്ലാം നേടാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് മിലിറ്ററി ഒരു വിജയത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ധാരണ നമുക്കറിയാം. അത് തെറ്റാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഫിസിക്കലി പോയി ഓക്യുപ്പൈ ചെയ്യാതെ ഒരു രാജ്യത്തിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് തകർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ എത്ര ബോംബ് ചെയ്താലും അതിനകത്തൊന്നും വലിയ രീതിയിലുള്ള നാശമുണ്ടാവും. പക്ഷെ അവർക്ക് വീണ്ടും വീണ്ടും ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ശേഷി അവർക്കുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ കുറെ കൂടെ പ്രിപ്പയർഡ് ആയിരുന്നു ഇങ്ങനൊരു സാഹചര്യം വരുമെന്നുള്ളത്. കാരണം ഇതൊന്നും ഒരു പെട്ടെന്ന് ഒരു ദിവസം തോന്നുന്ന ഒരു സ്ട്രാറ്റജി അല്ല. ഇപ്പൊ നമ്മൾ ഈ സ്ട്രാറ്റജി തന്നെ ഫസ്റ്റ് തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അതായത് ഫുൾ ലീഡർഷിപ്പ് വൈപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടുള്ളത്. അപ്പൊ അതിന് അവരെന്ത് ചെയ്തു? അവർ ഡീസെൻട്രലൈസ്ഡ് ആയി കൊടുത്തു. അതായത് കമാൻഡ് ആൻഡ് കൺട്രോൾ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഒരു 40ഓളം പ്രൊവിൻസ് ആയിട്ട് അതിനകത്തൊരു കമാൻഡർ വെച്ച് അതിന് വേണ്ടിയുള്ള മിലിറ്ററി ക്യാപ്പബിലിറ്റിയും കൊടുത്തു, ടെക്നോളജിയും കൊടുത്തു. അവർ നിങ്ങൾ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റാ രീതിയിലേക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷനും കൊടുത്തു. അപ്പൊ ഇതവർ നേരത്തെ കണ്ടിരുന്നു. അതുപോലെ തന്നെ അവർ ആ ഡ്രോൺസ് വെച്ചിട്ട് ഇപ്പം അമേരിക്ക തന്നെ ഇതേ ഡ്രോൺസ് അവർ തിരിച്ച് ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതായത് ഇറാന്റെ പിടിച്ചടക്കിയ ഡ്രോൺസ് തന്നെ അമേരിക്ക അത് റീയൂസ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ പല റിപ്പോർട്ട്സും കണ്ടു. അപ്പൊ ഈ ഡ്രോൺസ് വെച്ച് എങ്ങനെയാണ് ഒരു ലോ കോസ്റ്റ് വാർ നടത്താം എന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അത് റഷ്യയിലൊക്കെ അവർ ഓൾറെഡി കൊടുത്തിരുന്നു. പക്ഷെ അവർ ആ രീതിയിലേക്ക്, അതായത് ഇവിടെ വലിയ രീതിയിലേക്ക് പാട്രിയറ്റ് മിസൈലും മറ്റുമൊക്കെ ചെയ്യുമ്പം ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ടുള്ള ഡ്രോൺസ് വെച്ചിട്ട് അവർക്ക് ഇതിനെല്ലാം ഒരു പരിധി വരെ നേരിടാൻ സാധിച്ചു. മൂന്നാമതായിട്ട് അവർ ചെയ്തത് ഗൾഫ് കൺട്രീസിനെ മിലിറ്ററി നോൺ മിലിറ്ററി ടാർഗറ്റ്സിനെ അവർ അറ്റാക്ക് ചെയ്തു. അതൊരിക്കലും US പ്രതീക്ഷിച്ചതല്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യാപ്തിയിലേക്ക് വരും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നാലാമത്തത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമോൺസിനെ അവർ വെപ്പണൈസ് ചെയ്തു. നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ അവർ അതിൻ്റെ ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ സാമ്പത്തിക ഒരു സോഴ്സിൻ്റെ കഴുത്തിന് പിടിച്ചു എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴാണ് ആക്ച്വലി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ആ സമയത്താണ് അമേരിക്ക ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്, അതായത് ട്രംപ് ഒരു വശത്ത് ഞങ്ങൾ സിവിലൈസേഷനിലായിട്ട് ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോഴും ഇറാനെ സംബന്ധിച്ചുള്ള അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം അവർ ഇറാഖ് പണ്ട് 8 വർഷമൊക്കെ അവരും യുദ്ധമൊക്കെ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഏർപ്പെട്ടുള്ള ഒരു രീതി ഉണ്ടായതുകൊണ്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയിലേക്ക് ഇനി ഒരു മിലിറ്ററി ഒബ്ജക്റ്റീവ്സ്, ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് ഇതുവരെ ഒന്നും തന്നെ US-ന് ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു വിക്ടറി കിട്ടിയതായിട്ട് നമുക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അവർ നേവിയെ ഇല്ലാതാക്കി എന്ന് പറയുന്നെങ്കിലും ഇപ്പോഴും നമ്മൾ കണ്ടു, ഇന്നലെ തന്നെ നമ്മുടെ 2 ഷിപ്സ് വന്നപ്പോൾ തന്നെ അത് നേവിക്ക് ഇറാന്റെ IRGCക്ക് അത് തടയാൻ സാധിച്ചു. കാരണം ഇപ്പൊ ഈ IRGCക്ക് വലിയ നേവി ഷിപ്സിന്റെ ആവശ്യമില്ല. നമ്മൾ സൊമാലി പൈററ്റ്സിനെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിൽ കുറച്ച് എക്സ്പ്ലോസീവ്സും കുറച്ച് വെപ്പൺസുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഷിപ്പായാലും അത് നിൽക്കും. കാരണം അത്രയും ഉള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ കാപ്പബിലിറ്റി, അസിമെട്രിക് ആയിട്ടുള്ള കാപ്പബിലിറ്റി ഇപ്പോഴും ഇറാനിലുണ്ട്. അപ്പൊ നേവിയെ തകർത്തു എന്ന് പറയുമ്പോഴും നേവിയുടെ ചില റെമനൻസ് ഇപ്പോഴും ഉണ്ട്. അവർക്ക് അവിടെ മൈൻസ് ഉണ്ട്. ആ രീതിയിലേക്ക് അതുകൊണ്ടാണ് US-ന്റെ വലിയ വലിയ കപ്പലൊന്നും ഇത്രയും അടുത്തൊന്നും വരാത്തത്. അപ്പൊ അവിടെ ഉണ്ട്. പിന്നെ എയർഫോഴ്സ് ശരിയാണ്, എയർഫോഴ്സ് ഇറാന്റെ കംപ്ലീറ്റ്ലി ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ ഗ്രൗണ്ട് ഫോഴ്സസ് ഇപ്പോഴും ഇൻടാക്ട് ആണ്. ആ ഗ്രൗണ്ട് ഫോഴ്സസിന്റെ ഇൻടാക്ട് മാത്രമല്ല, ഗ്രൗണ്ട് ഫോഴ്സസ് വേണ്ട രീതിയിലുള്ള തിരിച്ചടി നൽകുന്നുമുണ്ട്. അപ്പം ഇപ്പം നോക്കുന്ന ഒരു സ്റ്റേൽമേറ്റ് ആണ് ആക്ച്വലി പറഞ്ഞാൽ. അതായത് ഒരു US-ഉം ഇറാനും തമ്മിൽ അങ്ങനെ ഒരു വിക്ടറി എന്ന് പറയാൻ ആർക്കും സാധിച്ചില്ല. ഇറാൻ തോറ്റിട്ടില്ല, അത് തന്നെ അവരെ സംബന്ധിച്ചോളം വലിയൊരു വിക്ടറി തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു രാജ്യമായിട്ട് അവർ യുദ്ധം ചെയ്തിട്ട് അവർ പിടിച്ചു നിൽക്കുന്നു, 50 ദിവസത്തിന് മുകളിലായിട്ട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് ലോകത്ത് നിന്ന് പല പാഠങ്ങളും ഇനി ഈ ഒരു യുദ്ധത്തിൽ നിന്ന് കിട്ടും. അതിനകത്ത് എങ്ങനെയാണ് ഒരു എക്കണോമിക് വാർഫെയറിലേക്ക് മാറ്റി, ഒരു മിലിറ്ററി ഒരു വാർഫെയറിനെ ഒരു എക്കണോമിക് വാർഫെയറിലേക്ക് എങ്ങനെ മാറ്റി എന്നുള്ളതൊക്കെ വരും. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് അഭിലാഷ് കാണണം, ചൈനയുടെ ഒരു സപ്പോർട്ട് ഇറാനിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് താക്കീതായിട്ട് ഡൊണാൾഡ് ട്രംപ് ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തിരുന്നു. ചൈന ആ രീതിയിലേക്കുള്ള ചില സപ്പോർട്ട് ഇറാനിന് കൊടുക്കുന്നുള്ള റിപ്പോർട്ട്സ് നമ്മളിലുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശരിയാണ്, എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട്
ഒരു കുറച്ച് വെപ്പൺസും എക്യുപ്മെന്റും കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് പറയുന്നത്. റഷ്യയുടെ ഇന്റലിജൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എപ്പോഴും ഷെയറിംഗ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറാന് വേണമെങ്കിൽ ഇനിയും കുറെ നാൾ വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. അതായത് അവർക്ക് വേണ്ട രീതിയിലേക്കുള്ള ഒരു സ്റ്റെബിലിറ്റി, അവർ ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന പോലെ രീതിയിൽ ഇതേ രീതിയിൽ ഈ ടെമ്പോയിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് ബാധിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അപ്പോഴും അടച്ചു കിടക്കും എന്നുള്ള ഒരു വളരെ ദൗർഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് വാസ്തവമായിട്ട്. ഡോക്ടർ ലിറാർ, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെടുമെന്ന് ഉറപ്പിക്കാം, അതിനുശേഷമോ? ഇതിപ്പോ ആരുടെ എങ്കിലും കുറച്ചാളുകളുടെ മാത്രം താല്പര്യമില്ല, ലോകത്തിന് മുഴുവൻ താല്പര്യമാണ്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സേഫ് ഹെവനാണ് ഇൻവെസ്റ്റ് ചെയ്യാനും ടൂറിസ്റ്റിനും ഒക്കെ എന്നുള്ള ആ പ്രതീതി തന്നെ പോയി. അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ സ്വാധീനമുള്ള രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഖത്തറിനൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, അതേസമയം തന്നെ ഇറാനുമായി ടോക്കിംഗ് ടേംസിലുള്ള രാജ്യമാണ്. തുർക്കി ഇടപെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഈ വിഷയം ഒന്ന് പരിഹരിച്ചാൽ മതി എന്ന നിലയിലായിട്ടുണ്ട്. ഒന്ന്, അവിടുത്തെ സേഫ്റ്റി, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ എണ്ണ ഗതാഗതം, ഇതെല്ലാം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളാണ് വേഴ്സ്റ്റ് അഫക്റ്റഡ്. അപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിലും മുൻകൈയിലും അനധിവിദൂര ഭാവിയിൽ ഒരു സമാധാനം ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെ കാണുന്നു? അഭിലാഷ്, ഇപ്പം നമ്മളും അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എല്ലാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദൂരത്തിലാണെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സീസ് ഫയർ. പക്ഷെ അത് എങ്ങനെ പോസിബിൾ ആയിരിക്കും? അതിന് ആര് മീഡിയേറ്റർ ആയിട്ട് നിന്ന് സക്സസ്ഫുള്ളി ആ ഒരു ക്യാമ്പയിൻ മീൻസ് ആ ഒരു ഇതിലേക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം വളരെ ഇപ്പം ഇസ്ലാമാബാദ്, അതായത് പാകിസ്ഥാൻ മീഡിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പീസ് പ്രോസസ്സ് ഇപ്പോഴും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതേസമയം അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഖത്തറിൻ്റെ റോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം നേരത്തെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല സംഘർഷ സമയങ്ങളും ഖത്തറായിരുന്നു അതിൽ മീഡിയേറ്റ് ചെയ്തത്. അത് പലപ്പോഴും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് വരുന്ന വിഷയങ്ങളൊക്കെ പലപ്പോഴും ഖത്തറായിരുന്നു ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയത്. അതിപ്പോൾ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, ഈവൻ താലിബാനുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളൊക്കെ നമുക്കറിയാം അമേരിക്കയുമായിട്ട് ഈ ഒരു കക്ഷികളെല്ലാം സംഘർഷമുണ്ടായ സമയത്ത് ഖത്തറിൻ്റെ ഒരു നേതൃത്വത്തിലായിരുന്നു, ദോഹയിലായിരുന്നു അതിനൊരു മധ്യസ്ഥ ശ്രമം നടത്തിയത്. പലപ്പോഴും അത് സക്സസ്ഫുൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇറാൻ ഇസ്രായേൽ, ഇറാൻ അമേരിക്ക ഈ ഒരു ന്യൂക്ലിയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയുടെ ഒരു കോണ്ടക്സ്റ്റ് നമുക്കറിയാം. ഒമാൻ ആയിരുന്നു കുറച്ചുകൂടിയും അതിൽ സീരിയസ് ആയിട്ട് എൻഗേജ് ചെയ്ത് ഒമാന്റെ നേതൃത്വത്തിലായിരുന്നു മധ്യസ്ഥ ശ്രമം നടന്നതും. പക്ഷേ ഈ രണ്ട് കോണ്ടക്സ്റ്റ് നിങ്ങൾ നേരത്തെ നോക്കിയപ്പം ഈ ഗാസ ഇൻവേഷന്റെ സമയത്തും ഇപ്പോഴത്തെ ഇസ്രായേൽ അമേരിക്കൻ സംയുക്തമായിട്ട് നടത്തിയ ഇറാൻ ഇൻവേഷന്റെ സമയത്തും മീഡിയേഷൻ നടക്കുന്ന സമയത്താണ് പാരലലായിട്ട് ഈ അറ്റാക്ക് നടക്കുന്നത്. ഇപ്പം ഹമാസിന്റെ ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ദോഹയിൽ അറ്റാക്ക് നടന്ന സമയത്ത് നമുക്കറിയാം ഗാസ പീസ് പ്രോസസ് അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതേപോലെ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയുടെ, ഒമാനിന്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയുടെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന കോണ്ടക്സ്റ്റിലാണ് ഇറാനും അമേരിക്കയും കൂടി അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ എത്രത്തോളം അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കയിലൂടെ ഇസ്രായേലിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നെതന്യാഹുവും എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങളെയോ അല്ലെങ്കിൽ ഈ ഒരു പീസ് പ്രോസസ്സിനെയോ കാണുന്നത് എന്നുള്ള ചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. ഇപ്പൊ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേൽ നേരത്തെ ഈ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റ് ആണ് അവരുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ അല്ലെങ്കിൽ എന്നോ അതാവാമായിരുന്നു. പക്ഷെ നിങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പീസ് പ്രോസസ് നമ്മൾ നോക്കാം. അത് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പീസ് പ്രോസസ് ഉണ്ടായത് അത് മാഡ്രിഡ് പീസ് പ്രോസസ് ആയിക്കോട്ടെ, ഓസ്ലോ ആയിക്കോട്ടെ, അതിനുശേഷം പിന്നെ ക്യാമ്പ് ഡേവിഡ് സെക്കൻഡ് നടക്കുന്നു, പിന്നെ ഈവൻ ബുഷ് സെക്കൻഡിന്റെ സമയത്ത് നടക്കുന്നു, ജോർജ് ഡബ്ല്യു ബുഷ്, ഒബാമയുടെ കാര്യത്തിൽ നടക്കുന്നു, ട്രംപിന്റെ സമയത്ത് അവസാനം നമുക്ക് പിന്നെ അബ്രഹാം അക്കോർഡ് നടക്കുന്നു. ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ അമേരിക്കൻ പ്രസിഡന്റ്, അത് ഡെമോക്രാറ്റ് ആയിക്കോട്ടെ റിപ്പബ്ലിക്കൻ ആയിക്കോട്ടെ, ഓരോ പ്രസിഡന്റുമാർ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിന്റെ പീസ് പ്രോസസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് ലഘൂകരിക്കുന്ന ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്കൻ സംഘർഷം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീസ് ഇനീഷ്യേറ്റീവ്സ് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പീസ് ഇനീഷ്യേറ്റീവ്സ് എല്ലാം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അട്ടർ ഫെയിലിയർ ആയിരുന്നു. കാരണം ഈ പീസ് പ്രോസസ് എല്ലാം അതൊരു പിന്നെ അവരുദ്ദേശിച്ച തരത്തിൽ രണ്ട് ആക്ടേഴ്സും അത് സമ്മതിക്കുന്ന തരത്തിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ
മേഖലയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അതിൽ ഭാഗമായിട്ടുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും അത് കണ്ടിന്യൂസ്ലി അത് വയലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്. ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഒമാന്റെ മധ്യസ്ഥതയിലും അല്ലെങ്കിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിലും നടന്ന പീസ് പ്രോസസ് എല്ലാം ഇവരെ തന്നെയാണ് അട്ടിമറിച്ചത്. അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് ലോകത്തിലെ പല നേതാക്കന്മാർ, പ്രത്യേകിച്ച് നാറ്റോയുടെ അംഗങ്ങളും ബ്രിട്ടനോ അല്ലെങ്കിൽ പല യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളായിക്കോട്ടെ, പല രാഷ്ട്രങ്ങളും കൃത്യമായിട്ട് അവരെ നിലപാട് ഇതിൽ വ്യക്തമാക്കി. അതായത് ഈ ഒരു യുദ്ധം ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അമേരിക്കക്കാർ പറയുന്നത് ഇത് അമേരിക്കക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ലോകത്ത് കൃത്യമായിട്ട് അറിയാം ഇത് ഇവർ രണ്ടുപേർക്ക് ഉള്ളത്, അല്ലെങ്കിൽ കൂടി ഇത് കൃത്യമായിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക നടത്തുന്ന ഒരു ക്യാമ്പയിൻ മാത്രമാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നെതന്യാഹു തന്നെ പല സമയത്ത് അത് കൃത്യമായിട്ട് വിവരിച്ചു കൊടുത്തതാണ്. ഒരു ഗ്രേറ്റർ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി. അത് പലഘട്ടം ഓരോ സംഘർഷം നടക്കുമ്പോൾ ഇസ്രായേലിന്റെ അതിർത്തി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം, അവർ ലെബനോന്റെ നേരത്തെ സദേൺ ലെബനോൻ അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ളയുടെ പേരും പറഞ്ഞു. ഇപ്പോൾ അത് കൂടുതൽ സെൻട്രൽ ലെബനോനിലേക്ക് കടന്നു കയറുന്നു. സിറിയയുടെ നല്ലൊരു ഭാഗം അവർ ഓൾറെഡി അവരെ കൺട്രോളിലാണ്. അപ്പം ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പ്രൊജക്ടിന്റെ പലതരത്തിലുള്ള കനവുകൾ, സൈനിക ലക്ഷ്യങ്ങൾ ഇതെല്ലാം വെച്ച് ലോകത്തെ അസ്ഥിരമാക്കുകയാണ് ചില രാഷ്ട്രങ്ങൾ അവരുടെ മിലിറ്ററി കരുത്ത് വെച്ച്. അതിനൊക്കെ ഇരകളാകാൻ ലോകത്തെ എല്ലാ മനുഷ്യരും വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താൻ സമയം പോലെ. കഴിഞ്ഞ ഒരു മണിക്കൂറായി നമ്മൾ ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘം ഏതാനും മണിക്കൂറുകൾക്കകം ഇസ്ലാമാബാദിൽ ലാൻഡ് ചെയ്യും. പക്ഷേ ഞങ്ങൾ ചർച്ചയ്ക്ക് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ഇറാന്റെ ഫോറിൻ മിനിസ്ട്രി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാനിയൻ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ഇസ്മായിൽ ബഗേയി പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു പദ്ധതിയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ സൈഡ് എന്തായാലും ഇസ്ലാമാബാദിലെത്തും, ഇറാൻ എത്തുന്നില്ല. നമ്മൾ ഈ നിമിഷം സംസാരിക്കുമ്പോൾ എത്തുന്നില്ല. പക്ഷേ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും അതുപോലെ തന്നെ അറേഞ്ച്മെന്റ്സും ഇസ്ലാമാബാദ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന വിവരം വരുന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ ചർച്ചയിൽ, അതായത് ഇസ്ലാമാബാദ് ചർച്ചയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായാൽ ഇറാൻ നേതാക്കളെ നേരിട്ട് കാണാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ളതാണ്. ചർച്ച, ഈ പീസ് പ്രോസസ്സ് വിജയിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. അത് ഈ രാത്രിയിലും വരുന്ന മണിക്കൂറുകളിലും സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം, ആശിക്കാം. സമാധാനം വേണം എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ആവശ്യമാണല്ലോ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.